ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ റോഡ് വഴി നേരെ വൈപ്പിയും വഴി ജങ്കാറ് കടന്നിട്ടാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ട്രാഫിക് ബ്ലോക്ക് അല്ല, വൈപ്പിയും ഫെറിയിലോട്ട് കയറാനുള്ള കാറുകളുടെ നീണ്ട ക്യൂ ആണ്. ഏകദേശം 1.5 കിലോമീറ്ററോളം ഇതുപോലെ വലിയ ക്യൂ ഉണ്ട്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ വൈപ്പിയും ഫെറി കാത്തിക്കുമ്പോഴാണ് അവിടെയുള്ള കുറച്ച് പിള്ളേർ സെറ്റ് ഇതേപോലെ കരോൾ ടീംസായിട്ട് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വൈപ്പിയും ഫെറി വഴി ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് ഫോർട്ട് കൊച്ചി ബീച്ചും കടന്ന് അടുത്തുള്ള ഒരു സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുകളായി തുടങ്ങുന്നുണ്ട്. ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോയത് ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ വഴി സൈഡൊക്കെ ഒരുപാട് ആളുകൾ നടന്നു പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴി എത്തിയിട്ടുണ്ട്. ഇവിടെ തോരണം കൊണ്ടൊക്കെ സൈഡിലും മേളിലൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഗ്രൗണ്ടിലാണ് നമ്മൾ എല്ലാ വർഷവും കാണാറുള്ള പോലത്തെ വലിയ രീതിയിലുള്ള പപ്പാഞ്ഞി നിർമ്മിച്ചിട്ട് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം കത്തിക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഗ്രൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഈ പാർക്കിംഗ് കിടക്കുന്ന കാറുകൾക്കുള്ള സ്ഥലത്താണ് പാപ്പാനിനെ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഈ വലിയൊരു ഗ്രൗണ്ടിലായിട്ട് വലിയ രീതിയിൽ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഡെയിലി ഡിസംബർ 20 തൊട്ട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഡിസംബർ 31 ഇവിടെ DJ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ നമുക്ക് വെളി ഗ്രൗണ്ടിലേക്ക് പോവാം. ക്രിസ്മസും ന്യൂ ഇയറും വലിയ രീതിയിൽ ആഘോഷിക്കുന്ന കൊച്ചിയിലെ പ്രധാന 2 സ്ഥലങ്ങളാണ് ഈ കാണുന്ന പരേഡ് ഗ്രൗണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ 1 കിലോമീറ്റർ അപ്പുറമുള്ള വെളി ഗ്രൗണ്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് പോയതുകൊണ്ട് അധികം ബ്ലോക്കിലും ട്രാഫിക്കിലും പെട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന വഴിയിൽ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഗ്രൗണ്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വെളി ഗ്രൗണ്ട് ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ വർഷം മറ്റേ ജെയിൻറ്റ് വീലും അതുപോലെ ആകാശത്തൊട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഇതിവിടെ കണ്ടില്ല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വെളി ഗ്രൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ലൈറ്റുകളുടെ വലിയൊരു ആർച്ചിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഏകദേശം 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഹൈറ്റിൽ ഇവിടെ സൂപ്പർമാനും ബാറ്റ്മാൻ്റെ ഒക്കെ പ്രതിമകളുണ്ട്. അതിൻ്റെ മേളിൽ നമുക്ക് ഫേസ് കട്ട് ചെയ്തിട്ട് പിക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ 2 സാന്താക്ലോസിനെ കാണുന്നുണ്ട്. ഈ കാണുന്ന 2 പേരും അതുപോലെ ഇവരുടെ തലയിൽ വെച്ച തൊപ്പിയൊക്കെ നല്ല രീതിയിൽ ചലിക്കും എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോയത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും TV ന്യൂസിൽ ഇടം പിടിച്ചിട്ടുള്ള പപ്പാഞ്ഞിയാണ്. വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞി ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു ഫ്ലവറിൻ്റെ രീതിയിലുള്ള LED ആർച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ നടന്നും സെൽഫി എടുത്തും വീഡിയോ എടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ജസ്റ്റ് കൂടി ഒന്ന് നടന്നു നോക്കുകയാണ്. ഇതിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഫെസ്റ്റിവൽ വൈബ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നടന്ന ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. വെളി ഗ്രൗണ്ടിലേക്ക് വരുന്ന പ്രധാന ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പോട്ട് തന്നെയാണിത്. ഫ്രണ്ട്സ്, അപ്പോൾ ക്രിസ്മസ് ദിവസം വൈകുന്നേരം തന്നെ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ട്രീയിലാണ് എല്ലാ വർഷവും നമ്മൾ ലൈറ്റും കാര്യങ്ങളും വലിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചത് കാണാറുള്ളത്. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ലൈറ്റിംഗ് സെറിമണിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളി ഗ്രൗണ്ടിൽ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും ആയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്ന പദവി ഈ വെളി ഗ്രൗണ്ടിലെ ട്രീക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഫേമസ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഒരു ചെണ്ടമേളം വരുന്നുണ്ട്. അതിൻ്റോട് കൂടി മിക്കവാറും ഇതിൻ്റെ സംഘാടകരായിരിക്കും. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലെ യുണൈറ്റഡ് കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിലെ ചേട്ടന്മാർ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഇത്. വെളി ഗ്രൗണ്ടിന്റെ തന്നെ പുറകിലത്തെ ഗേറ്റിന്റെ സൈഡിലുള്ള വലിയൊരു മരത്തിൽ ലൈറ്റുകൾ അണക്കുന്നത്. ഏകദേശം 10-15 വർഷങ്ങൾ തുടർച്ചയായിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഈ കാണുന്ന വലിയ ലൈറ്റുകൾ അണക്കുന്നത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ജനശ്രദ്ധ കാര്യങ്ങൾ പിടിച്ചു പറ്റിയിരുന്നു. അതിനുശേഷം വലിയൊരു ആഘോഷമായിട്ട് തന്നെയാണ് ഇതിന്റെ ലൈറ്റിംഗ് സെറിമണി നടക്കാറുള്ളത്. ഓരോ വർഷവും പല കളറിലുള്ള ലൈറ്റുകളാണ് ഈ ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത്തവണ ഒരു വെറൈറ്റി കളറായിരിക്കും. എല്ലാവരും അത് കാണാനുള്ള കാത്തിരിപ്പിലാണ്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഫുഡ് സ്റ്റാളുകളും കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും മൊബൈലിൽ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. കൗണ്ട് ഡൗൺ തുടങ്ങി.
ഫ്രണ്ട്സ്, അപ്പോൾ 2024 ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വെളി ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ള ഈ വലിയ ക്രിസ്മസ് ട്രീയുടെ LED ലൈറ്റിൻ്റെ കളറായിട്ട് വരുന്നത് നീലയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നത് വെറും നീല ലൈറ്റ് അല്ല, നിയോൺ ബ്ലൂ ലൈറ്റ് ആണ്. നിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറസെന്റ്, അതായത് സാധാരണ ബ്ലൂ കളറിനേക്കാളും ഇത് കൂടുതൽ ബ്രൈറ്റ്നെസ് കാണിക്കും. നമ്മൾ മിക്കവരും കണ്ടിട്ടുള്ളത് പോലെ 2 വീലറിലും ആംബുലൻസിലും പോലീസ് ജീപ്പിലൊക്കെ ബീക്കൺ ലൈറ്റിൽ കൂടുതലും ഈ നിയോൺ ബ്ലൂ കളറിലുള്ള ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, കടലും കായലുകളും ബോട്ടുകളും ആകാശമൊക്കെ ഒന്നിക്കുന്ന കൊച്ചിക്കുമുണ്ട് നീലയുമായിട്ട് വലിയൊരു അറ്റാച്ച്മെന്റ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ പുറത്തുനിന്നൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ആളുകൾ കൂടുതൽ ഈ ട്രീ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ സ്റ്റേജിൽ ഇത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വെച്ചിട്ടുള്ള ആ വലിയൊരു സ്റ്റാറിനും ഒരു പ്രത്യേക ഹൈലൈറ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് ട്രീയിൽ റെഡ് ലൈറ്റ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മരത്തിന്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഡ്രസ്സിലും ഫേസിലൊക്കെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ട്രീയുടെ അടുത്തുള്ള സ്റ്റേജിൽ പ്രോഗ്രാമും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ ആ സൈഡ് ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് തിരക്ക് കുറഞ്ഞതിന് ശേഷം ട്രീയുടെ അടുത്ത് പോയിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ട്രീയുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇതേ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ട്രീയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ആളുകളുടെ ഫേസിൽ നല്ല രീതിയിൽ ബ്ലൂ കളർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിൻ്റെ 25ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇതേ സ്റ്റേജിൽ ഒരു ബാൻഡിൻ്റെ മ്യൂസിക് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കപ്പോൾ ട്രീയുടെ കുറച്ചുകൂടി അടുത്തേക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ട്രീയുടെ അടുത്ത് നിന്നാലാണ് ഇതിൻ്റെ ഭംഗി ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഏകദേശം 1000ഓളം സീരിയൽ ബൾബുകൾ ഒരുപോലെ കണക്ഷൻ കൊടുത്ത് അതുപോലെ തന്നെ അതിൻ്റെ അകത്തായിട്ട് സ്റ്റാറുകളും ബോളുകളൊക്കെ ലൈറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്ത നൈറ്റ് യുണൈറ്റഡ് ക്ലബ്ബിലെ ചേട്ടന്മാർക്ക് ഒരു സല്യൂട്ട്. ആ ക്രിസ്മസ് ട്രീയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു സാന്താക്ലോസിനെ പച്ച ഡ്രസ്സിൽ കോസ്റ്റ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന സാന്താക്ലോസ് റെഡ് കളർ ഡ്രസ്സാണെങ്കിലും ഇത് പച്ച കോസ്റ്റ്യൂമിൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രീയുടെ ഏകദേശം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചേരം നമ്മൾ ട്രീയിൽ തന്നെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇതേ കുറച്ച് LED ലൈറ്റുകൾ ഗ്ലോ ആയിട്ട് കാണുന്നുണ്ട്. ബ്ലൂ കളറിലുള്ള LED ലൈറ്റുകൾ മാത്രമല്ല, ട്രീയുടെ താഴെ ഒരുപാട് സ്റ്റാറുകളും ബോളുകളും ബെല്ലുകളൊക്കെ ലൈറ്റിംഗ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു ട്രീ ഡെക്കറേറ്റ് ചെയ്ത് അതുപോലെ ലൈറ്റിങ്ങും ഇലക്ട്രിക് വർക്ക് ചെയ്ത ചേട്ടനൊക്കെ സമ്മതിക്കണം. ഒറ്റ ടൈമിൽ തന്നെ ഇതുപോലെ ഒരുപാട് ലൈറ്റുകൾ കത്തണമെങ്കിൽ ഇറ്റ്സ് റിയലി അമേസിങ്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ വരുന്നതിന് ഏകദേശം 1 മാസം മുമ്പ് തന്നെ വേറെ ജോലികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ക്ലബിലെ ചേട്ടന്മാർ ഇതിൻ്റെ വർക്കിലേക്ക് തിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പ്രയത്നങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് തന്നെയാണ് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും ക്രിസ്മസ് ട്രീ ഭയങ്കര ആകർഷണീയമായിട്ട് തോന്നുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ ഫോട്ടോ വെച്ച് വെളി ഗ്രൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതും ഒരു പ്രധാന ഫോട്ടോ സ്പോട്ട് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 3 മണിക്കൂറോളം അവിടെ നിന്നിട്ട് ക്രിസ്മസ് ട്രീയിലെ ലൈറ്റുകളും അതുപോലെ സ്റ്റേജ് ഷോയും പരിപാടികളൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു ദിവസമെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു അത്ഭുതം തന്നെയാണ് ഈ വലിയ ക്രിസ്മസ് ട്രീ. അപ്പോൾ ആ കാണുന്ന LED ലൈറ്റുകളുടെ ആർച്ചിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ ഈ ആർച്ചിൻ്റെ അടുത്ത് അത്യാവശ്യം തിരക്കുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇതാ അവിടെ ഒരു സാന്താക്ലോസ് പിക്ക് എടുക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ മിക്കവർക്കുള്ള ഡൗട്ടാണ് ക്രിസ്മസിന് വരുന്ന ഈ സാന്താക്ലോസും അതുപോലെ പപ്പാഞ്ഞിയും രണ്ടും സെയിം ആണോ എന്ന്. അതിനെക്കുറിച്ച് ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അത് രണ്ടും 2 ആളുകളാണ്. സാന്താക്ലോസ് എന്ന് പറയുന്നത് ക്രിസ്മസിന് ഗിഫ്റ്റ് ആയിട്ടൊക്കെ വരുന്ന ആളാണ്. അതുപോലെ തന്നെ പപ്പാഞ്ഞി എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ കരോളിൽ വേഷം രൂപം കൊള്ളാറുണ്ട്. അതുപോലെ പരോഡ് ഗ്രൗണ്ടിൽ നമ്മൾ തീ കൊളുത്തുന്നത് പപ്പാഞ്ഞിക്കാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൻ്റെ മറ്റേ അറ്റത്ത് നിന്ന് നോക്കുമ്പോഴും ക്രിസ്മസ് ട്രീ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്.
അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാന്താക്ലോസിൻ്റെ ടീം അനങ്ങുന്നുണ്ട്. അവിടെ ക്യാപ്പും അവരുടെ അനങ്ങുന്നുണ്ട്. അവരുടെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ കാണുന്ന പപ്പാഞ്ഞിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിനെ കത്തിക്കാനായിട്ട് കോടതിയിൽ നിന്ന് ഈ വർഷം അനുമതി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ടൈപ്പാണ്. അതായത് കസേരയൊക്കെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കസേരയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്ന പിക്കൊക്കെ എടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വലിയ ക്രിസ്മസ് ട്രീയും പപ്പാഞ്ഞിനെയൊക്കെ കണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് പോവുകയാണ്. ടൈം 10 മണി ആയിട്ടും ഒരുപാട് ആളുകൾ ട്രീ കാണാനും പ്രോഗ്രാംസിനൊക്കെ വരുന്നുണ്ട്. അതുപോലെ ക്രിസ്മസ് ന്യൂ ഇയർ ആയിക്കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയുടെ മിക്ക വഴി സൈഡിലും ഇതുപോലെ ഒരുപാട് സ്റ്റാറുകൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. മാത്രമല്ല നമ്മൾ പോയിട്ടുള്ളത് വെളി ഗ്രൗണ്ടിൻ്റെ പാരലൽ റോഡിന് സമീപമുള്ള ഷോർട്ട് കട്ടിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ആ വലിയ പപ്പാനിനെ നിർമ്മിക്കുന്നത് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അത് ഏകദേശം 30 കൂടി സ്റ്റാർട്ട് ചെയ്യും. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി പപ്പാനിയെ കത്തിച്ചു തുടങ്ങിയത് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ സൈഡിലായിരുന്നു. പിന്നീട് കടൽ കയറിയത് കൊണ്ട് തന്നെയാണ് ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക് ആ പ്രോഗ്രാം മാറ്റിയത്. ന്യൂ ഇയറിൻ്റെ തലേ ദിവസം രാത്രി തന്നെ പപ്പാനിയെ ഇതുപോലെ കത്തിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ളവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും മാറി പുതിയൊരു ലൈഫിലേക്ക് തുടരും എന്നാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇട്ടത് ഒരുപാട് ഇതുപോലത്തെ പല പരിപാടികളും പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ ഏത് വഴിയെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരുപാട് വഴികൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് ടിക്കറ്റ് എടുത്ത് ഫെറിയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും ഫെറി വിട്ടു പോയിട്ടുണ്ട്. ഇനി അടുത്ത ഫെറി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ലോകത്തിലെ ഏത് കടത്ത് കടന്നാലും വൈപ്പിൻ ഫോർട്ട് കൊച്ചി ഫെറി അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഏകദേശം 15 മിനിറ്റിന് ശേഷം അടുത്ത ഫെറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കയറിയിട്ട് നേരെ നമുക്ക് ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഈ ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.